Hola, amigos. ¿Cómo están ustedes? Bienvenido a otra sesión de la lengua española. സ്പാനിഷ് ഭാഷയുടെ നമ്മുടെ രണ്ടാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ സെഷനിൽ സ്പാനിഷ് ആൽഫബറ്റ്സ് പഠിച്ചു. അതുമായി ബന്ധപ്പെട്ട റിട്ടൺ ആക്സൻസ്, പ്രൊനൗൺസിയേഷൻ, അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങനെയാണ് സ്പാനിഷിൽ ഗ്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സെഷനിൽ നമ്മൾ പഠിക്കുന്നത്. കാരണം ഒരു ഭാഷയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എങ്ങനെയാണ് ആ ഭാഷയിലെ ആളുകളോട് നമ്മൾ ഗ്രീറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്കതിലേക്ക് കിടക്കാം. Los saludos en la lengua española. The salutations or greetings in Spanish language. ആദ്യമായി നമുക്ക് ഒരുപക്ഷെ ഇതിന് മുമ്പേ അറിയുന്നതായിരിക്കാം. Hola, hello. In Spanish, hola means hello. ആദ്യം നമ്മൾ സാധാരണ ഹലോ, ഹായ് എന്നൊക്കെ പറയാറില്ലേ? അതിൽ സ്പാനിഷിൽ ഓല എന്നാണ് പറയുക. ഓല, ഹലോ, ഓല, ഹലോ. ഇത് നമ്മൾ ആൽഫബറ്റ്സ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഇടയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു. അച്ചെ ഈസ് ഓൾവേസ് സൈലൻറ്റ്. അച്ചെ ഈസ് ഓൾവേസ് സൈലൻറ്റ്. ഓലയിൽ അച്ചയാണ്. ശരിക്കും അത് ഹോല എന്നാണ് നമ്മൾ എഴുതുക. ബട്ട് വി പ്രൊനൗൺസ് ഇറ്റ് ആസ് ഓല. ഇത് ഞാൻ ആൽഫബറ്റ്സ് പരിചയപ്പെടുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ കണ്ടില്ലേ, നിങ്ങൾ എഴുതുന്നത് അച്ചെ ഉണ്ട്, പക്ഷേ അത് സൈലൻ്റ് ആണ്. ഓല, 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 ഹലോ. ഓക്കെ. ബുവനോസ് ദിയാസ്, ബുവനോസ് ദിയാസ്, ബുവനോസ് ദിയാസ്. ഗുഡ് മോർണിംഗ് ഓർ ഗുഡ് ഡേ. ഗുഡ് മോർണിംഗ്, ബുവനോസ് ദിയാസ്, ബുവനോസ് ദിയാസ്. ഗുഡ് മോർണിംഗ്, ബുവനോസ് ദിയാസ്. കണ്ടോ, നമ്മൾ എഴുതുന്നത് അപ്പടി കൃത്യമായിട്ട് നമ്മളിവിടെ ഉച്ചരിക്കുന്നുണ്ട്, പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എളുപ്പത്തിൽ ഇത് എഴുതാനും ഓർത്ത് വയ്ക്കാനൊക്കെ സുഖമാണ്. ബുവനോസ് ദിയാസ്, ഗുഡ് മോർണിംഗ്. ബുവനോസ് ദിയാസ്, ഗുഡ് മോർണിംഗ്. ബുവനാസ് താർദസ്, ബുവനാസ് താർദസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ബുവനാസ് താർദസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇവിടെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നമ്മളത് പിന്നീട് ഡിസ്കസ് ചെയ്യും. ഇവിടെ ബുവനോസ് ദിയാസ് എനയ്ക്ക് ശേഷം ഓയാണ്, ബട്ട് ഹിയർ എനയ്ക്ക് ശേഷം എ ആണ് വന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നൊക്കെ തുടർന്നുള്ള സെഷൻസിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബുവനാസ് താർദസ്, ബുവനാസ് താർദസ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ. ബുവനാസ് നോച്ചസ്, ബുവനാസ് നോച്ചസ്. ഹിയർ ആൾസോ അനയ്ക്ക് ശേഷം എ ആണ് വന്നിരിക്കുന്നത്, ശ്രദ്ധിക്കണം കേട്ടോ. ബുവനാസ് നോച്ചസ്, ഗുഡ് ഈവനിങ്. ബുവനാസ് നോച്ചസ്, ഗുഡ് ഈവനിങ്. ബുവനാസ് നോച്ചസ്, ഗുഡ് ഈവനിങ്. ഓക്കെ, അതാണ് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണിത്. പിന്നെ മെയ്യാമോ ഹാഫിസ്, മെയ്യാമോ ഹാഫിസ്, മെയ്യാമോ ഹാഫിസ്. മൈ നെയിം ഈസ് ഹഫീസ്, മൈ നെയിം ഈസ് ഹഫീസ്. ഇതെങ്ങനെയാണ് എന്നൊക്കെയുള്ള നമ്മൾ ലേറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പം നിങ്ങളിത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെച്ചാൽ മതി. മെയ്യാമോ ഹാഫീസ്, മെയ്യാമോ മുഹമ്മദ്, മെയ്യാമോ കബീർ, മെയ്യാമോ ജോസഫ്, മെയ്യാമോ ഐഷ, മെയ്യാമോ ശരണ്യ, വാട്ട് എവർ. മെയ്യാമോ, മൈ നെയിം ഈസ് ഹാഫീസ്. മെയ്യാമോ, അതിനാണ് സ്പാനിഷിൽ പേര് പറയാം. ഇതിൻ്റെ പിന്നിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ¿Cómo se llama usted? ¿Cómo se llama usted? What's your name? What's your name? സ്പാനിഷിൽ ഒരാളുടെ പേര് ചോദിക്കുന്ന രീതി ഇങ്ങനെയാണ്. ¿Cómo se llama usted? ¿Cómo se llama usted? ഇവിടെ മെയ്യാമോ എന്നാണ്, ഇവിടെ സെയ്യാമ എന്നാണ്. അതൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാവും. ¿Cómo se llama usted? What's your name? What's your name? എന്താണ് നിങ്ങളുടെ പേര്? Mucho gusto, mucho gusto, mucho gusto. Mucho gusto means nice to meet you, nice to meet you. Mucho gusto, nice to meet you. ¿Cómo está usted? How are you? ¿Cómo
está usted? How are you? ഇനി അടുത്തതിന് ആൻസർ, അതിന് റിപ്ലൈ, റെസ്പോൺസ്. Bien, gracias. ¿Y usted? Bien, gracias. ¿Y usted? Fine, thank you. And you? Bien means fine. In Spanish, bien means fine. Bien. Gracias, thank you. Gracias means thank you. Gracias, gracias. Then it's a question. And you? നിങ്ങളോ? ഓക്കെ, ഞാൻ നന്നായി പോകുന്നു. ഗ്രാസിയാസ്, താങ്ക് യു, ചോദിച്ചതിന് നന്ദി. എന്താ പിന്നെ നിങ്ങളെ വിശേഷം എന്താ? ആൻഡ് യു, നിങ്ങളെ വിശേഷം എന്താ? ഈ ഇൻ സ്പാനിഷ് നമ്മൾ ആൻഡ് എന്ന് എങ്ങനെയാണ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ വൈ എഗ്രിയേഗയാണ് സ്പാനിഷിലെ ആൻഡ്. അത് ഓർത്ത് വെക്കുക. ഇഗ്രിയേഗ ആണ് നമ്മൾ ആൻഡിന് പകരം സ്പാനിഷിൽ ഉപയോഗിക്കുന്നത്. ഈ മീൻസ് ആൻഡ്. ഉസ്തദ്, താങ്കളോ? Bien, gracias. ¿Y usted? ¿Cómo está usted? Bien, gracias. ¿Y usted? ഇനി ഇതൊരു മറുപടിയാണ്. ഇനി മറ്റൊരു മറുപടി. Regular, más o menos. Regular, más o menos. So, more or less. ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു, തട്ടിമുട്ടിയൊക്കെ അങ്ങോട്ട് പോകുന്നു എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ. അത് സ്പാനിഷിൽ ഇങ്ങനെയാണ് പറയുക. റെഗുലാർ, മാസോ മെനോസ്, ഇങ്ങനെയൊക്കെ ആയിട്ട് തട്ടിമുട്ടി പോകുന്നു. റെഗുലാർ വെച്ചാൽ നോർമലി നമ്മൾ പറയാമല്ലോ, അങ്ങനെ സാധാരണ അങ്ങനെ എന്നുള്ള രീതിയിലാണ് റെഗുലാർ പറയാം. മാസോ മെനോസ്, മാസ് മീൻസ് മോർ, ഓ മീൻസ് ഓർ അല്ലെങ്കിൽ എന്നുള്ള നമ്മൾ മലയാളത്തിൽ പറയാറില്ല. അതിന് സ്പാനിഷിൽ ഓ എന്നാണ് പറയാം. ഓ മാസ് ഓ മെനോസ്, മോർ ഓർ ലെസ്. അപ്പോൾ ഇത് രണ്ടൊന്ന് നോട്ട് ചെയ്തേക്കണേ. കാരണം ആൻറ്റിന് ഇഗ്രിയേഗ, വൈ ആണ് നമ്മൾ ഉപയോഗിക്കുക. വൈ എന്ന് പറയരുത്, ഇഗ്രിയേഗ ഇൻ സ്പാനിഷ്. ഈ ഓ ആണ് ഓർ. ഹിന്ദിയിൽ ആർ എന്ന് പറയില്ല, മലയാളത്തിൽ അല്ലെങ്കിൽ, ഇംഗ്ലീഷിൽ ഓർ. അതിന് സ്പാനിഷിൽ ഉപയോഗിക്കുക ഓ എന്നാണ്. ഇത് പ്രത്യേകം നോട്ട് ചെയ്യണം. hasta luego, hasta luego, hasta luego. Again, H is silent here. It is not hasta, it is hasta. H is silent. Hasta luego, see you later. ഇതൊന്നുകൂടെ ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് hasta luego. നമ്മളിപ്പോൾ ഒരാളെ ഒരു ഒഫീഷ്യൽ മീറ്റിങ്ങോ മറ്റൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ see you later എന്ന് നമ്മൾ പറയുന്നത് സ്പാനിഷിൽ hasta luego ഇങ്ങനെയായിരിക്കും. ഇതാണ് ഒന്നുകൂടെ ഒരു ഫോർമലായിട്ടുള്ള സ്റ്റൈൽ. hasta mañana, നാളെ കാണാം. hasta mañana, until tomorrow, നാളെ കാണാം. hasta mañana. hasta എന്നൊക്കെ പറഞ്ഞാൽ until എന്നാണ് അർത്ഥം. hasta until നമ്മൾ പഠിക്കും. hasta pronto, see you soon. hasta pronto, see you soon. ഇവിടെയും hasta pronto, see you soon. adios, bye. adios, it is not adios. സാധാരണ മലയാളികളൊക്കെ എന്താ പറയുക, ചിലരൊക്കെ അഡിയോസ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. ഇറ്റ്സ് നോട്ട് അഡിയോസ്, ഇറ്റ് ഈസ് adios. ഗുഡ് ബൈ. അപ്പോൾ ഇതാണ് സ്പാനിഷിലുള്ള ബേസിക് ആയിട്ടുള്ള ഗ്രീറ്റിങ്സ്. ഇനിയുണ്ട് കേട്ടോ, ഇനിയും ഒരുപാടുണ്ട്, നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങളൊന്ന്
പല പ്രാവശ്യം നിങ്ങൾ പറഞ്ഞ് തന്നെ പ്രാക്ടീസ് ചെയ്യുക. കാരണം ലാംഗ്വേജ് പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോവൽ വായിക്കുന്നത് പോലെ അല്ല. അത് നമ്മൾ ഒരുപാട് പറഞ്ഞ് പരിശീലിക്കുക തന്നെ വേണം. അപ്പോഴേ നമുക്ക് നാറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുന്ന പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഹസ്ത ലുവേഗോ, അദിയോസ്, ഗ്രാസിയാസ്.